നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ് എടുത്തിട്ട് കെയിൽ ജാമീസിന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. ചാടി ഉയർന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു അലർച്ച എന്നൊക്കെ അങ്ങ് കാണിച്ചിട്ട് പയ്യൻ്റെ മുഖത്ത് നോക്കി 4 അടിയൊക്കെ അങ്ങ് അടിച്ചിട്ട് പിന്നെ കുറച്ച് സ്വയറിങ് വേർഡ്സൊക്കെ അങ്ങ് ഭാരി വിതറിയിട്ട് ഡേയ് അപ്പുറത്തെ സ്റ്റാർക്കുണ്ട്. ജയ്സ്വാളിൻ്റെ വിക്കറ്റ് എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കണ്ടുപടി. അതാണ് മാന്യത, അതാണ് ജെന്റിൽമെൻസ് ക്രിക്കറ്റ്. ഇതൊരു 15കാരനാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു 4 കിട്ടിയപ്പോഴേക്ക് ഇത്രക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാതെ, ഇത്രക്ക് ഈഗോ ഹേർട്ട് ചെയ്യാതിരിക്കട്ടെ. എന്താണ് താൻ ഈ കാണിച്ചു കൂട്ടിയത്? വല്ലാത്തൊരവസ്ഥയാണ്. ആകെ ഒരു സങ്കടമേ ഉള്ളൂ. ഞാനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നത് സ്റ്റാർക്ക് വേഴ്സസ് സൂര്യവംശി എന്താവുന്നതാണ്. അത് ഇയാൾ റൂയിൻ ചെയ്തു. ഒരു കിടിലൻ 4 അങ്ങ് കിട്ടി. അടുത്ത ബോള് ബാറ്റ് കൊണ്ടും തോന്നുന്നു, പ്ലേഡ് ഓൺ ആണെന്ന് തോന്നുന്നു. എന്തായാലും അതിന് ഇമ്മാതിരി കാണിച്ചു കൂട്ടാനുണ്ടേ. എക്സിലൊക്കെ എടുത്തിട്ട് അങ്ങ് പൊങ്കാലയാണ്. ഷെയ്ം ഓൺ യു കെയിൽ ജാമീസൺ എന്ന് പറഞ്ഞുകൊണ്ട് കെയിൽ ജാമീസ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നിനക്ക് കാണാൻ പറ്റും എക്സിലൊക്കെ അയാളിട്ട് അലക്കുന്നത്. എന്തായാലും നോക്കുക, കെയിൽ ജാമീസൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു തെറിവാക്കാണ് ഫോർ ഹിസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് പിന്നാലെ താഴെ വരുന്നു, ലുക്ക് അറ്റ് കെയിൽ ജാമീസൺ സെലിബ്രേഷൻ, ലുക്ക് അറ്റ് കരുൺ നായർസ് റിയാക്ഷൻ, ലുക്ക് അറ്റ് വൈഭവ് സൂര്യവംശിസ് സാഡ് ഫേസ്, സേവ് ദി ഡേറ്റ് 17th May, കെയിൽ ജാമീസൺ ബ്രോ, വൈഭവ് ഈസ് ഗോയിങ് ടു റിപ്പീറ്റ് വാട്ട് ഹി ഡിഡ് വിത്ത് പ്രഫുൽ ഹിഞ്ചെ എന്ന് പറയുന്നു. പ്രഫുൽ ഹിഞ്ചയെ എടുത്തിട്ട് അലക്കിയത് ഓർമ്മയില്ലേ? അതുപോലെ ഈ കളിയുടെ അടുത്ത കളി ഉണ്ടാവുമല്ലോ, ഇവർ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുന്നത്. അന്നത്തെ ദിവസം ഓർത്തു വെച്ചോ, കെയിൽ ജാമീസൺ സ്ക്വാഡിൽ ഉണ്ടെങ്കിൽ കളിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം അവിടെ കാണാം. മറ്റൊരാളുടെ പോസ്റ്റ് ഇങ്ങനെയാണ്, കെയിൽ ജാമീസൺ സെലിബ്രേറ്റഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ദി വിക്കറ്റ് ഓഫ് വൈഭവ് സൂര്യവംശി. ഓൺലി 15-year-old കിഡ് എന്നവിടെയുണ്ട്. എന്തായാലും അടുത്തത്, കെയിൽ ജാമീസൺ ഈസ് ദി കൈൻഡ് ഓഫ് ബോളർ ഹൂ സെലിബ്രേറ്റ് എവറി വിക്കറ്റ് വിത്ത് എ ലോട്ട് ഓഫ് എനർജി. ഇറ്റ്സ് പാർട്ട് ഇമോഷൻ, പാർട്ട് റിലീസ്, എസ്പെഷ്യലി ഇൻ പ്രഷർ ഗെയിംസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും വേറെ വരുന്നുണ്ട്. പിന്നെ കെയിൽ ജാമീസൺ സൂര്യവംശിയെ ഒരു ബ്രില്യൻ്റ് ഇൻസിംഗർ യോർക്കറിലൂടെ പറഞ്ഞു വിട്ടു. സെൻഡ് ഓഫ് ബൈ ജാമീസൺ വാസ് ഇൻസെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം മാത്രം എടുത്ത് എതിർക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാൾ 15-year-old മാത്രമാണ്, അക്കാര്യം ഒന്ന് ഓർക്കുക, എന്നിട്ട് ഇമ്മാതിരി സെലിബ്രേഷനോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നോക്കുക, എവരി വൺ ഗെറ്റിംഗ് ഹൈപ്ഡ് അപ്പ് ഫോർ സ്റ്റാർക്ക് വേഴ്സസ് സൂര്യവംശി, മീൻവൈൽ കെയിൽ ജാമീസൺ എന്ന് പറഞ്ഞുകൊണ്ട് ജാമീസനെ പൊക്കിയടിച്ചുകൊണ്ടുള്ള പോസ്റ്റ് വേറെ വരുന്നുണ്ട്. പക്ഷെ അത് വളരെ റെയറാണ്. ബാക്കിയൊക്കെ ഷെയ്ം ഓൺ യു കെയിൽ ജാമീസൺ എന്ന രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സെലിബ്രേഷനാണ് എടുത്ത് പറയുന്നത്. പക്ഷേ അതിൽ മറ്റൊരു വശം കൂടി പലരും എടുത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 15കാരൻ്റെ വിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവനെ എത്രത്തോളം അവർ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കെയിൽ ജാമീസൺ, നെക്സ്റ്റ് ടൈം യു വിൽ ഗെറ്റ് എ പ്രോപ്പർ ട്രാഷിങ് യു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ അവിടെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അടുത്ത കളിയിൽ കാണാം എന്ന തരത്തിൽ. ഏതായാലും വലിയ രൂപത്തിൽ ഇതിപ്പോൾ ഈ സെലിബ്രേഷൻ വൈറലായി പോയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്കാലയും കിട്ടുന്നുണ്ട്. അതോടൊപ്പം മറുഭാഗം പറയുന്നവരുണ്ട്, പ്രൊഫഷണൽ ക്രിക്കറ്റാണ്, 15 വയസ്സ് 12 വയസ്സൊന്നുമില്ല, വിക്കറ്റ് കിട്ടിയാൽ ആഘോഷിക്കും, അതിന് ആ തരത്തിൽ കണ്ടാൽ മതിയെന്ന്. അപ്പോൾ ആ തരത്തിൽ എടുക്കുകയാണ് ഞാൻ. പക്ഷെ അതിനൊരു മറുവശം കൂടിയുണ്ട്. ഇവരെ നിങ്ങൾ എത്രത്തോളം ഭയക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഈ 10-30 വയസ്സിന് മുകളിലുള്ളൊരു ബൗളർ തന്നേക്കാൾ പകുതി ഏജുള്ള ഒരാളുടെ വിക്കറ്റ് എടുത്തിട്ട് കാട്ടിക്കൂട്ടുന്നതിൽ ഉണ്ട്. എല്ലാം അതിലുണ്ട്. ബാക്കി കാണാം. ക്രിക്കറ്റ് അങ്ങ് കെടുക്കുകയല്ലെന്നേ. അവന് 15 വയസ്സല്ലേ ഉള്ളൂ. നമുക്ക് കാണാന്നേ. വീഡിയോസ് അനുഭവിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.